ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്, നമുക്കറിയാം ഇപ്പോൾ ഒരു വെയിറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ആകുമ്പോഴത്തേക്കിനും മീൽ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു നിമിഷമെങ്കിലും ആലോചിക്കും ഇപ്പം എന്ത് കഴിക്കും, കാർബ്സ് ഒന്നും ഇല്ലാത്ത എന്ത് കഴിക്കും എന്ന് ആലോചിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടു നോക്കുക, നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്, ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മസാല ആഡ് ചെയ്യാനുണ്ട്. ഏലക്കായ ഒരു 2 പീസ് എടുക്കുന്നുണ്ട്, ചെറിയ ജീരകം അതൊരു 1/2 ടീസ്പൂൺ, കറുവാപ്പട്ടയുടെ ഒരു ചെറിയ പീസ് മാത്രം, ഗ്രാമ്പൂവും ഒരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ, വഴനയിലയുടെയും ഒരു ചെറിയ പീസ്, വറ്റൽമുളക് ഒരെണ്ണം മാത്രമാട്ടോ എടുക്കുന്നത്, കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ മാത്രം, പെരുംജീരകവും നമ്മളൊരു 1/2 ടീസ്പൂൺ മാത്രം ട്ടോ എടുക്കുന്നത്. ഇത്രയും നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിന്റെ ഒരു പച്ചമണമൊക്കെ മാറി നമുക്ക് നല്ലൊരു സ്മെല്ല് വരുമല്ലോ എണ്ണയിൽ കിടന്നിങ്ങനെ ചൂടാവുന്നതിന്റെ. അത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ 2 തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും നല്ലതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. ആ സമയത്തേക്കിന് നമ്മൾ ഇതിനൊരു കുറുകണമല്ലോ. സൂപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒത്തിരി ലൂസ് ആയിരിക്കത്തില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ബേസനാണ് കേട്ടോ. നമ്മൾ മൈദയൊന്നും ആഡ് ചെയ്യുന്നില്ല, കടലമാവ് 1 ടീസ്പൂൺ മാത്രമാണ് കടലമാവ് ഇടുന്നത്. ഈ കടലമാവ് ഇട്ടിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് അതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കടലമാവിൻ്റെ ലംസ് ഒന്നും തന്നെ അതിനകത്ത് ഫോം ചെയ്തിട്ടില്ല. ഇനി ആ വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചിട്ട് അതിൽ നിന്ന് ഒരു 4 വിസിൽ വരട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഈ കുക്കർ ഓപ്പൺ ആക്കാം. അപ്പം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഫുഡ് പ്രോസസ്സറൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിങ്ങനെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം, അത് നമുക്ക് മിക്സിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചൂടിലേക്ക് വന്നതിന് ശേഷം ഇതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നതിനെ ഒന്ന് അരിക്കുന്നുണ്ട്. അരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്ത ആ മസാലയൊക്കെ ഉണ്ടല്ലോ, കറുവാപ്പട്ടയും ഏലക്കയും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കമ്പും തരിയും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ അരിപ്പയിൽ കിട്ടും. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സൂപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം തിക്കായിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാർബ്സ് ഒന്നും ഇല്ലാത്ത, നമുക്കിപ്പം ഒരു ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിപ്പം നമ്മൾ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും എടുത്തിട്ടുള്ളൂ. അപ്പം ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ടു കാണും ഞാനിതിലേക്ക് സോൾട്ട് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പം നമ്മൾ ഈ ഒരു സൂപ്പ് എടുക്കുമ്പം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് കുറച്ച് നാരങ്ങയുടെ നീരും അതേപോലെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കഴിയുമ്പോഴത്തേന് സൂപ്പ് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ചെറു ചൂടിൽ കുടിക്കാൻ പറ്റുന്നതാണ്. കുറേ നേരത്തേക്കിന് ഇത് ഫില്ലിംഗ് ആയിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.